ഹേ ഗായ്സ്, അപ്പോൾ എൻ്റെ എയുടെ എക്സാം കഴിഞ്ഞു. ഇനി അടുത്ത എക്സാം സോഷ്യലിൻ്റെ ആണ്. അപ്പോൾ ഇന്നായിരുന്നു എയുടെ എക്സാം, നാളെ സ്റ്റഡി ലീവ്, പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് സോഷ്യൽ എക്സാം എഴുതാൻ പോവാം. അപ്പോൾ അത്യാവശ്യം കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാനായിട്ട്. ഹിസ്റ്ററിയാണ് എനിക്ക് ഏറ്റവും പേടി. ബാക്കി പൊളിറ്റിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊളിറ്റിക്സ് എനിക്ക് അത്യാവശ്യം അറിയാവുന്നതാണ്. എക്കണോമിക്സ് ഞാൻ തൊട്ടിട്ടില്ല. എക്കണോമിക്സിൽ 2 ചാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ 2 ചാപ്റ്ററും ഞാൻ തൊട്ടിട്ടില്ല. എനിക്ക് അത്യാവശ്യം ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് എനിക്ക് വലിയ പേടിയില്ല. പക്ഷേ സെക്ടേഴ്സ് ഓഫ് ദി ഇന്ത്യൻ എക്കോണമി അത്യാവശ്യം വലുതാണെന്നാണ് ഞാൻ ഈ കണ്ടിട്ട് തോന്നുന്നത്. ഡെവലപ്മെൻറ്റ് നല്ല ചാപ്റ്ററാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചാപ്റ്ററാണ്. അതിൻ്റെ നോട്ട്സ് ഞങ്ങൾക്ക് നന്നായിട്ട് വേണം തന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോട്ട്സാണ്. അപ്പോൾ എനിക്കത് നോക്കി പഠിച്ചാൽ മതി, വലിയ കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഇന്നും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ലാപ്ടോപ്പിന് പുതിയ വാൾപേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറേ തപ്പി കണ്ടുപിടിച്ചതാണ്. ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു വാൾപേപ്പറിന്, ലാപ്ടോപ്പിന് പറ്റിയ വാൾപേപ്പർ. അങ്ങനെ നോക്കിയിട്ടാണ് ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്തോ ഇന്നത്തെ കോഡ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കിഷ്ടം, എൻ്റെ ടൈപ്പാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് എടുത്തത്. അതിനുശേഷം ഇവിടെ ഞാൻ പൊളിറ്റിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാൻ നോക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ ജസ്റ്റ് ആ ഒരു പോർഷൻസൊക്കെ ഓൾറെഡി പഠിച്ച പോർഷൻസാണ് ഇതൊക്കെ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിയും. കുറച്ച് പേജിൽ തന്നെ ഈ ചാപ്റ്റർ തീർക്കും. കാരണം മാഡം നല്ല അടിപൊളി നോട്ടാണ് തന്നിട്ടുള്ളത് പൊളിറ്റിക്സിൻ്റെ. അപ്പോൾ ഇത് വേഗം തീർക്കുകയാണെങ്കിൽ എനിക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒരു മണിക്കൂർ കൊണ്ട് 3 ചാപ്റ്റർ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. 1 മണിക്കൂർ കൊണ്ട് തന്നെ 2 ചാപ്റ്റർ എനിക്ക് തീർക്കാൻ പറ്റും. കാരണം ചെറിയ ചാപ്റ്റേഴ്സാണ് രണ്ടും. ഓക്കെ, നമുക്കെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ സോഷ്യൽ പഠിക്കാനിരിക്കുകയാണ്. എനിക്ക് ഇത് റിവൈസ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കിത് റിവൈസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഞാൻ എൻ്റെ എ ഐ എക്സാം എഴുതിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എയുടെ എക്സാം അത്യാവശ്യം സിമ്പിളായിരുന്നു. എനിക്ക് വേഗം തന്നെ തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻസേഴ്സൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ടുണ്ടായിരുന്നു. MCQs എന്നൊക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ വെച്ച് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്യാവശ്യം സിമ്പിളായിട്ടുള്ള പേപ്പറാണ്. അല്ലെങ്കിലും എ ഐ ടഫ് ആവാറില്ല ഇതുവരെയായിട്ടും. എനിക്ക് ടഫായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എയുടെ എക്സാം ഒന്നും. ഞാനങ്ങനെ ഫസ്റ്റ് ചാപ്റ്റർ തീർത്തു. ഇപ്പോൾ 2ാമത്തെ ചാപ്റ്റർ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പുറത്ത് ബാൽക്കണി പോയിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് ബാൽക്കണിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം അകത്ത് അത്യാവശ്യം നോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പഠിച്ചു. അതിനുശേഷം ലാപ്ടോപ്പിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല, കുറച്ച് ഹാങ് ആയി. ലാസ്റ്റ് ഞാനത് ഷട്ട് ഡൗൺ ചെയ്ത് കുത്തിയിട്ടിട്ട് ഞാൻ അകത്ത് പോയിരുന്നു എൻ്റെ റൂമിൽ ഇരുന്ന് പഠിക്കാൻ വിചാരിച്ച് റൂമിലേക്ക് മറിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലാപ്ടോപ്പിൻ്റെ കേസ് തന്നെ കുറച്ചധികം നേരം സമയം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 2 ചാപ്റ്റർ മാത്രമേ ആ സമയത്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ പോയി കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വെളുപ്പിന് എഴുന്നിട്ടുണ്ടായിരുന്നു ഇതിന് ഐക്ക് വേണ്ടി പഠിക്കാനായിട്ട്. എയുടെ പേപ്പർ അത്യാവശ്യം ഈസി ആയിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. AI എനിക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റി. എന്തായാലും രാവിലെ എഴുന്നേറ്റതിന് ബലം ഉണ്ടായി. രാവിലെ എഴുന്നേറ്റ് ഞാൻ MCQs ഒക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുണ്ടായിരുന്നു MCQs. പിന്നെ ബാക്ക് എക്സസൈസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ. അതൊക്കെ റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.